ശ്രീജിത്തെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുലിവാല് പിടിക്കുന്നത് ആദ്യമല്ല. സ്ഥിരം അദ്ദേഹം എന്തു പറഞ്ഞാലും അത് വലിയ വിവാദവും കുഴപ്പങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അദ്ദേഹം നേതാജി സുഭാഷ് ചന്ദ്ര ബോസിനെ കുറിച്ച് എന്തോ വെളിപ്പെടുത്തൽ നടത്തി. അതും വലിയ വിവാദമായിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ അതിന് ശക്തമായ എതിർപ്പും പ്രതിഷേധവും ഉയർന്നിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ വിശദാംശം? പ്രതിഷേധം മാത്രമല്ല, ഇപ്പോൾ ബംഗാൾ പോലീസ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിനെതിരെ മമത ഭരിക്കുന്ന ബംഗാൾ, കാരണം ഗുജറാത്തോ മധ്യപ്രദേശോ രാജസ്ഥാനോ ഛത്തീസ്ഗഡോ ഒന്നുമല്ല, ഇത് മമതാ ബാനർജിയുടെ ബംഗാളിലെ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ ഒരു പ്രധാന കക്ഷി കൂടിയാണല്ലോ മമതാ ബാനർജി. മുൻകാലങ്ങളിലും ഇദ്ദേഹത്തിനെതിരെ നിരന്തരം കേസുകൾ ഉണ്ടാകുന്നത് പതിവാണ്. കാരണം മോദി പരാമർശത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ കേസുണ്ടാകുകയും പിന്നീട് അദ്ദേഹത്തെ കോടതി തന്നെ ശിക്ഷിക്കുകയും ഈ വയനാട് MP സ്ഥാനമെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമെല്ലാം നാം കണ്ടതാണ്. എന്നിട്ടും അദ്ദേഹം ഈ കോടതി ശിക്ഷ വിധിച്ചിട്ടൊന്നും അദ്ദേഹം പഠിക്കുന്നില്ല. അദ്ദേഹം ഈ പ്രവൃത്തിയിലേക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം എല്ലാവരും പ്രതീക്ഷിച്ച ഭാരത് ജോഡോ യാത്രയും പിന്നീടുണ്ടായ ഇലക്ഷൻ്റെ എല്ലാം വലിയ മുന്നേറ്റമെല്ലാം ഉണ്ടായപ്പോൾ ഈ വീണ്ടും രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നതല്ല, തിരിച്ചു വരാൻ അദ്ദേഹം പണ്ട് വലിയ ആളായിരുന്നില്ലല്ലോ. പക്ഷേ എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടാകുമെന്ന ഈ ജനങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും ഈ ഭരിക്കുന്ന പാർട്ടികൾക്കെതിരെ ഒരു ശക്തമായ പ്രതിപക്ഷം വേണം. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു മികച്ച പ്രതിപക്ഷ നേതാവാകാൻ കഴിയുമെന്ന് ഇന്ത്യയിലെ ഒരു ജനങ്ങൾ കരുതിയിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹം പിന്നീട് നാം ലോക്സഭയിലെല്ലാം കണ്ട് വിവാദ പരാമർശങ്ങളും മണ്ടം പരാമർശനവും, പിന്നീട് മോദിയുടെ ഭാഗത്ത് നിന്ന് ബാലക ബുദ്ധി എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു, 240 വലുത്, അതോടൊപ്പം തന്നെ 99 വലുതെന്ന പല പ്രസ്താവനകളും മോദിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ സുഭാഷ് ചന്ദ്ര ബോസുമായി ബന്ധപ്പെട്ട്, സുഭാഷ് ചന്ദ്ര ബോസ് മരണപ്പെട്ടത് 1945 എക്സിൽ കുറിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനെതിരെ ആദ്യം രംഗത്ത് വന്ന തൃണമൂൽ കോൺഗ്രസ് ആണ്. തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ മമതാ ബാനർജി അടക്കമുള്ളവർ പറയുന്നത് സുഭാഷ് ചന്ദ്ര ബോസ് ജനിച്ച ദിവസത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ ധാരണയുണ്ട്. പക്ഷേ ഇദ്ദേഹം മരണപ്പെട്ടോ എവിടെയാണെന്ന കാര്യങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് അദ്ദേഹത്തിന്, കാരണം ഇദ്ദേഹം പണ്ട് വെറും കോൺഗ്രസിന്റെ വയനാട്ടിലെ ഒരു MLA മാത്രമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു MP മാത്രമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവായി പ്രധാനപ്പെട്ട. മറ്റൊരു കാര്യം, വാജ്പേയിയും അതോടൊപ്പം തന്നെ മറ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല നേതാക്കളും ഇരുന്ന കസേരയിലാണ് ഇദ്ദേഹം ഇപ്പോൾ. അതെ, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വളരെയധികം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരുപിടി നേതാക്കൾ നമുക്കുണ്ടായിരുന്നു. ആ കസേരയിലാണെന്ന് ഇരുന്ന് ഈ മണ്ടത്തരമൊക്കെ പറയുന്നത്, അതും നേതാജിയെ പോലെ ഒരാളെ കുറിച്ച്. എന്തായാലും ബംഗാളിലെ പ്രത്യേകിച്ച് സുഭാഷ് ചന്ദ്ര ബോസ് എന്ന് പറയുമ്പോൾ വലിയ വികാരമാണല്ലോ. അപ്പോൾ ആ വികാരത്തിന് വ്രണപ്പെട്ടു എന്ന രീതിയിൽ വലിയ പ്രതിഷേധം. അത് ശരിയാണ് ശ്രീജിത്ത് പറഞ്ഞത്. ബംഗാളിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യ മുഴുവനും അദ്ദേഹം ഒരു വലിയ വികാരമാണ്. അത് വാസ്തവത്തിൽ ശക്തമായ പ്രതിഷേധം രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഉയരും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. അദ്ദേഹത്തിനെതിരെ എന്തായാലും, കാരണം ഇതിനും ആഴ്ചകൾക്ക് മുമ്പായിരുന്നു മറ്റൊരു ഈ ഭരണകൂടത്തെ എതിർക്കുക, സ്റ്റേറ്റിനെ എതിർക്കുക എന്ന രീതിയിൽ. ഇദ്ദേഹം അങ്ങനെയാണ്, ഇദ്ദേഹം RSS, ഇയാൾക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഇത് എവിടെ ആരെ എതിർക്കണം, എന്ത് പറയണം. കാരണം ഒരു മനുഷ്യനായാലും ഭാവി പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം തന്നെ കേട്ടിട്ട് മടുത്തതിരിക്കും. കാരണം ഇദ്ദേഹം ആദ്യമായി മത്സരിക്കുന്നത് 2004 എന്ന് തോന്നുന്നു, ഉത്തർപ്രദേശിൽ ആദ്യമായി. പിന്നീട് അദ്ദേഹം 2 തവണ വിജയിക്കുന്നു. പിന്നീട് 2014 അദ്ദേഹം വിജയിച്ചെങ്കിലും എന്തായാലും പരാജയത്തെ മുന്നിൽ കാണുകയാണ്. പിന്നീട് 2019 അമേഠിയിൽ പരാജയപ്പെടുന്നു, വയനാട്ടിൽ വരുന്നു. ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ പറ്റിച്ച്, കാരണം പറ്റിച്ചു എന്ന് പറയുമ്പോൾ ഉള്ള കാര്യം എല്ലാവർക്കും മത്സരിക്കാം. ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ തവണ മുൻപ് 2 സീറ്റുകളിൽ മത്സരിച്ചു. അങ്ങനെ എല്ലാ നേതാക്കളും മത്സരിക്കും. പക്ഷേ വയനാട്ടിലെ ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ അമേഠിയിൽ റായ്ബറേറിയിൽ മത്സരിക്കുന്ന ഇക്കുറി മത്സരിക്കുന്ന കാര്യം ഒളിപ്പിച്ചു വെക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് 2 സീറ്റ് മത്സരിക്കാം. അത് നരേന്ദ്രമോദി മത്സരിക്കുമ്പോൾ തുടക്കം തന്നെ ആ ചർച്ച ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുജറാത്തിലും മത്സരിക്കും, ഉത്തർപ്രദേശിലും മത്സരിക്കും. അത് ജനങ്ങളോട് തുറന്നു പറയുകയാണ്, നിങ്ങൾ വിജയിപ്പിച്ച് 2 സീറ്റിലും വിജയിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. ഇതങ്ങനെയല്ലല്ലോ. വയനാട്ടിലെ ഇലക്ഷൻ കഴിയുന്നത് വരെ കാത്തിരിക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം സോണിയാഗാന്ധിയുടെ സീറ്റിലേക്ക് മത്സരിക്കുന്നതെന്ന് തുറന്നു പറയുന്നത്. അങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്തായാലും മറ്റൊരു ഇത് ചർച്ച ചെയ്യാനുള്ളത്,
ഈ ഇന്ത്യ മുന്നണി ലോക്സഭയിൽ രൂപീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുകയും അവർ മത്സരിക്കുകയും പല സീറ്റുകളിലും അവർക്ക് വിജയം കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് എന്ത് പറഞ്ഞാലും അത് വിജയമാണല്ലോ. ഈ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും അടക്കമുള്ള ഹരിയാനയിലും പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുന്നേറ്റം ഉണ്ടായിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്നും വിമർശനങ്ങൾ ഉണ്ടാകുന്നു. രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ കഴിയില്ലെന്ന് ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു, ശിവസേന പറയുന്നു. അങ്ങനെ പറയുന്നൊരു സാഹചര്യത്തിലാണ് അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിയെ എതിർക്കുമ്പോൾ അവർ ഉയർത്തിക്കാട്ടുന്നത് മമതാ ബാനർജിയാണ്. അങ്ങനെ മമതാ ബാനർജിയാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാണ്. കാരണം നരേന്ദ്രമോദിയുടെ ഫാസിസത്വവും പിന്നെ സുഭാഷ് ചന്ദ്രബോസിനോടുള്ള സ്നേഹവും എല്ലാം അദ്ദേഹം ഉയർത്തിക്കാട്ടി വലിയ പ്രതിഷേധമുണ്ടാകും. ഇതിപ്പോൾ സ്വന്തം മുന്നണിക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു കേസ് വന്നുകൊണ്ട് എന്തായാലും വലിയ വിമർശനമൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. എന്തായാലും കേസായി തന്നെ പോകും. അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണി എന്തായാലും വലിയ തകർച്ചയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ മമതാ ബാനർജി കേസെടുക്കുന്നു. ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ശരത് പവാറും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ അടക്കമുള്ള നേതാക്കൾ വലിയ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ AAPയുമായി സഖ്യത്തിന് AAP ശ്രമിച്ചിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അതിന് സമ്മതം മൂളുന്നില്ല. പിന്നീട് വലിയ പരാജയം അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ AAPയും ഇന്ത്യ മുന്നണിയെ വിട്ടകലുന്നു. പിന്നീട് ഏറ്റവും ചെറിയ പാർട്ടികളായ CPI അടക്കമുള്ള പാർട്ടികളും വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം ഹരിയാന തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെന്നും ചെറിയ പാർട്ടികളെയും ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളെയും ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുന്നില്ലെന്ന് CPI തുറന്നു പറഞ്ഞു. അതോടൊപ്പം തന്നെ ഏറ്റവും തമാശയുള്ള കാര്യം, ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പും മറ്റ് തിരഞ്ഞെടുപ്പുകളെല്ലാം പരാജയപ്പെടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മിഷനെ കുറ്റം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ല. അതിന് മറുപടി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നുണ്ടല്ലോ. ഉമർ അബ്ദുള്ളയുടെ ഭാഗത്ത്, ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം സ്വന്തം സീറ്റുകളിൽ പോലും വിജയിക്കാൻ കഴിയില്ലാത്ത രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രചരണം നടത്താതെ ഇരുന്ന ഒരു സാഹചര്യമാണ് ജമ്മു കാശ്മീരിലുള്ളത്. സ്വന്തം സംഘടനാ സംവിധാനം കൊണ്ടാണ് ജമ്മു കാശ്മീർ പിടിച്ചെടുത്തതെന്ന് അവർ അവകാശപ്പെട്ടു. അല്ലാതെ പരാജയപ്പെട്ടതിന് ശേഷം ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. പിന്നീട് ഇതിന് സമാനമായ സാഹചര്യമാണ് നാം ജാർഖണ്ഡിലും കണ്ടത്. ജാർഖണ്ഡിൽ JM വലിയ വിജയം നേടിയിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് ഏതെല്ലാം സംസ്ഥാനത്ത് BJPയുമായി മത്സരിക്കുമോ അവിടെയെല്ലാം ജനങ്ങൾ കോൺഗ്രസിനെ എഴുതിത്തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുണ്ട്. BJPയെ പരാജയപ്പെടുത്താൻ കഴിയും. അത് കൃത്യമായി തന്നെ ജനങ്ങൾക്കിടയിൽ ഈ ശരിയായ രീതിയിൽ മികച്ച ആശയവിനിമയം വേണം, നല്ല പ്രചാരണം നടത്തണം, ചിട്ടയായ അടുക്കും ചിട്ടയോടും കൂടി എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി സംവിധാനം പ്രവർത്തിക്കണം, അതിന് നേതൃത്വം കൊടുക്കണം, ബുദ്ധിപരമായി നീങ്ങണം, മികച്ച പ്രസ്താവനകൾ, ജനകീയ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉയർത്തിക്കാട്ടിയാൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കും. പക്ഷേ രാഹുൽ ഗാന്ധി അതൊന്നും അല്ല ചെയ്യുന്നത്. അദ്ദേഹം പകരം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തെറ്റായ വിവരങ്ങൾ പറയുകയും അബദ്ധങ്ങൾ എഴുന്നള്ളിക്കുകയും സ്റ്റേറ്റിനെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശക്തിക്കെതിരെ ശക്തിക്കെതിരെ അദ്ദേഹം എന്തായാലും ഇനി ഇദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്നതിന്റെ പ്രശ്നമാണോ എന്നും അറിയില്ല. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരിയും ഉണ്ടായിരുന്നില്ല ഇടക്കാലത്ത് ഇതേപോലെ ഒരു അവരും പറഞ്ഞു പാർലമെന്റിൽ വന്ന് ഇതേ മണ്ടത്തരങ്ങൾ ഇതുപോലെ. അങ്ങനെ ഇനി ഇവർക്ക് ഉപദേശം കൊടുക്കുന്നവരുടെ ഉപദേശകന്മാരുടെ പ്രശ്നമാണോ എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ചേട്ടാ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയെ പരാജയപ്പെടുത്തിയാണല്ലോ ഈ ചെറു പാർട്ടികളും വരുന്നത്. JM വെറും ട്രൈബൽ ഒരു പാർട്ടിയായി അറിയപ്പെടുന്ന, നമുക്കത് പല സ്ഥലത്തും നമ്മൾ കണ്ടതാണല്ലോ. JMന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ BJPയെ പരാജയപ്പെടുത്തിയാണ് അവിടെ അധികാരത്തിലെത്തിയത്. പഞ്ചാബിൽ അതുപോലെ അവർ അധികാരത്തിലെത്തി. അവിടെ കോൺഗ്രസും BJPയും ഒരുപോലെ വെല്ലുവിളി ഉയർത്തിയതാണ്. എന്നിട്ടും അവരെടുത്ത് ജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അറിഞ്ഞുകൂടാതെ, ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയാതെ, ഈ അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യനും അല്ലേ, മുങ്ങുന്ന സ്വഭാവം, സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന് ഇദ്ദേഹം പോകുന്നത്. കാരണം ഈ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട് BJPയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. കാരണം BJP ഈ മരണത്തെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ BJPക്ക് വടി കൊടുക്കുകയാണ്. ഇദ്ദേഹം കാണാനില്ല കുറച്ച് നാള്. തായ്വാനോ എവിടെ, ഇന്തോനേഷ്യ, വിയറ്റ്നാമോ എവിടെയോ സുഖവാസത്തിന് പോയി. പുതുവർഷം
പുതുവർഷം ആഘോഷിക്കാൻ വേണ്ടി അദ്ദേഹം പോയിരുന്നു. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വലിയ സെറ്റ് ബാക്കാണ് ഇതെല്ലാം. ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിന് വരുത്തി വയ്ക്കുന്ന ഡാമേജ് ചെറുതല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ അല്ല, അദ്ദേഹം ഈ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമായിരുന്നു പിന്നെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇവർ 44 സീറ്റായിരുന്നു 2014 ലഭിക്കുന്നത്. പിന്നീടുള്ള ഇലക്ഷനിൽ അത് 52 ഉയർത്താൻ കഴിയുന്നു, ഒരു 8 സീറ്റ്. ഇപ്പോൾ 99. ഈ 99ന്റെ കണക്ക് പറയുമ്പോഴും ഒന്നുമില്ലാതെ എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ കളിയാക്കുന്ന മൻമോഹൻ സിംഗ് 2009 തെരഞ്ഞെടുപ്പിൽ 206 സീറ്റ് നേടി. മൻമോഹൻ സിംഗ് നേടിയ സീറ്റ് പോലും ഈ രാഹുൽ ഗാന്ധിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് അദ്ദേഹം വലിയ കേമനായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തായാലും മമതാ ബാനർജിക്ക് തന്നെ ഇതെല്ലാം തിരിച്ചറിഞ്ഞു. ഇനി മമതാ ബാനർജി പെട്ടെന്ന് അഗ്രസീവ് സ്വഭാവമുള്ളല്ലേ, ഇനി രാഹുൽ ഗാന്ധിയെ പിടിച്ച് ജയിലിൽ ഇടുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.